വിശദമായ വാർത്തകളിലേക്ക്. വയനാട് കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കിയതെന്ന് വി മുരളീധരൻ. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു കുടുംബത്തിലെ 3 പേർ, അമ്മയും 2 മക്കളും. കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യത്തിൽ അഭിപ്രായം പറയണം. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. 2 മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബ സ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം. അതിൻ്റെ കൂടെ വയനാട് കൂടി കുടുംബ സ്വത്താക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത്? ശ്രീമാൻ എ കെ ആൻ്റണി പണ്ട് 1977 ഇന്ദിരാഗാന്ധിയെ ചിക്കമംഗളൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധിച്ച ആളാണ്. എ കെ ആൻ്റണിയുടെ അന്നത്തെ തീരുമാനത്തിൻ്റെ തുടർച്ച കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ അവർ ഈ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾ ഈ സമീപനത്തോട്, വയനാട്ടിലെ ജനങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ ഉപയോഗിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. വയനാട് തന്റെ കുടുംബമാണെന്ന് രാഹുൽ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായതെന്ന് കെ സുരേന്ദ്രനും പരിഹസിച്ചു. ഇത്രയും കുടുംബാധിപത്യം ഉള്ള ഒരു പാർട്ടി ഭൂലോകത്ത് വേറെയില്ല. അടിച്ചു കയറി വാ അളിയ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ അളിയനും വരട്ടെ എന്നും കെ സുരേന്ദ്രന്റെ പരിഹാസം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വത് ചേരുന്നു. ആതിര, പ്രിയങ്ക കൂടി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വരുന്നതോടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടെ കോൺഗ്രസ് പരിവാർ പാർട്ടിയാണെന്ന BJPയുടെ നരേന്ദ്രമോദിയുടെ ആരോപണങ്ങൾക്ക് ശക്തി കൂടും എന്ന കാര്യം നേരത്തെ തന്നെ എല്ലാവരും നിരീക്ഷിച്ചിരുന്നതാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. ഇതാ കേരളത്തിൽ നിന്നും ഓരോരുത്തരായി വി മുരളീധരനും ഒടുവിൽ ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഈ ഒരു തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് ശക്തമായ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നു. കോൺഗ്രസ് ഒരു കുടുംബ പാർട്ടിയാണെന്നുള്ളത് അവർ വീണ്ടും തെളിയിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് BJP നേതാക്കളുടെ പ്രതികരണം. അതായത് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കുടുംബത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് വയനാടിന്റെ സ്ഥാനാർത്ഥിത്വം എന്നാണ് വി മുരളീധരൻ പറഞ്ഞത്. കോൺഗ്രസിൽ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ഇറക്കുമതി ചെയ്യുന്നത്? ഇന്ത്യൻ പാർലമെന്റിൽ ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇരിക്കുന്നത്, അമ്മയും 2 മക്കളും. അവർ ഈ രാജ്യത്തിന്റെ നികുതി പറ്റിയിട്ടാണ് ജീവിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല? എ കെ ആന്റണി നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ ചിക്കമംഗളൂർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അത്തരത്തിലൊരു പ്രതികരണം ഇന്നത്തെ ഏതെങ്കിലും കോൺഗ്രസുകാരന് നടത്താൻ ധൈര്യമുണ്ടോ എന്ന തരത്തിലായിരുന്നു വി മുരളീധരൻ പ്രതികരിച്ചത്. അതേസമയം കെ സുരേന്ദ്രൻ ഒരു പരിഹാസ രൂപേണയാണ് ഈ തീരുമാനത്തെ കണ്ടത്. അതായത് രാഹുൽ പ്രിയങ്കയുടെ ഭർത്താവ് വാദ്രയും കൂടി മത്സരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ എല്ലാവരും മത്സരിക്കുന്ന നിലയിലായി. അളിയ അടിച്ചു കയറുക എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ നടക്കുന്നത്. ഇനി അളിയന് പാലക്കാടുടെ സീറ്റ് കൊടുക്കട്ടെ എന്ന തരത്തിൽ സുരേന്ദ്രൻ പ്രതികരിച്ചു. വയനാട് എന്റെ കുടുംബമാണെന്ന് രാഹുൽ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. അതായത് വയനാട് എന്റെ കുടുംബമാണെന്ന് രാഹുൽ പറഞ്ഞതിലൂടെ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നതായിരുന്നു രാഹുലിന്റെ തന്ത്രമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ലക്ഷ്മി. ആതിര സരസ്വതാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ വലിയ വിമർശനമാണ്, പരിഹാസമാണ്.